ഇതെന്റെ കർച്ചീഫാ. പക്ഷേ പൈസ എടുത്തത് ഞാനല്ല, എന്റെ ഈ ചേട്ടനാ. ചേട്ടൻ വേറൊരു ഉദ്ദേശത്തിലും അല്ല പണം എടുത്തത്. ദീപുവിന്റെ ശ്രീലക്ഷ്മിയുടെയും കല്യാണം മുടങ്ങിയ കാരണം ചേട്ടൻ അവരോടുള്ള ദേഷ്യം തീർക്കാനാ ഇങ്ങനെയൊക്കെ ചെയ്തത്. എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം. തനിക്ക് നാണോ ഇല്ലടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇയാൾക്ക് പോയി തൂങ്ങിച്ചതോടെ. ഇയാളെ കൈയോടെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കേണ്ടത്. ഓ, തന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്നാലും പപ്പിയുടെ ഇതിനൊക്കെ കൂട്ടു നിന്നല്ലോ. കഷ്ടം തന്നെ. പൈസ ഞങ്ങൾ ചെലവാക്കിയിട്ടില്ല, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ തിരിച്ചു തരാം. അല്ല സരോജാമ്മേ, ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണ്ടേ? വേണ്ട, വെറുതെ നമ്മുടെ കോളനിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കണ്ട. എന്തായാലും പണം ഇവരുടെ കയ്യിലുണ്ടല്ലോ, നമുക്കത് തിരിച്ചു കിട്ടിയാ മതി. ഈ കോളനിയിൽ ഒരു കള്ളന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അങ്കിള് വന്നപ്പോ അതിനൊരു പരിഹാരമായി. കഷ്ടം തന്നെ. കഷ്ടം തന്നെ. ഓരോന്നും പറഞ്ഞിറങ്ങിക്കോളൂ. ഇയാൾ എന്തൊരു ഉടായിപ്പാണ്. സരോജൻ ചേച്ചി, ദയവേത് ക്ഷമിക്കണം. ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പപ്പി, നീ കരയണ്ട. നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. നിന്റെ ചേട്ടനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സ് വരും. അല്ല സരോജൻ ചേച്ചി, ഞാൻ അവിടെ വന്നിട്ടില്ലല്ലോ. പിന്നെ എന്റെ കർച്ചീഫ് ചേച്ചിയുടെ കയ്യിൽ എങ്ങനെ കിട്ടി? അത് സത്യം തെളിയിക്കാൻ വേണ്ടി കൃഷ്ണയോട് ഞാൻ ചോദിച്ചു വാങ്ങിയതാ. എനിക്കറിയായിരുന്നു ഇങ്ങനെ ഒരു സന്ദർഭം വരുമെന്ന്. നിന്റെ പേരിൽ കുറ്റം ആരോപിക്കുമ്പോ നീ ഉള്ള സത്യം പറയുമെന്ന് ഞാൻ കരുതി. അതിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനിയെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന നിർത്ത്. എനിക്കതേ പറയാനുള്ളൂ. ശ്രീലക്ഷ്മി, താനെന്തിനാ ഓഫീസിൽ വന്നത്? എന്താ അത്യാവശ്യം? രഘുവർമ്മൻ സാർ വിളിച്ചിരുന്നു. ഹായ് ശ്രീലക്ഷ്മി. കീ കൊണ്ടുവന്നോ? എവിടെ? താങ്ക് യു ശ്രീലക്ഷ്മി, ആൻഡ് ഐ എം സോ സോറി തന്നെ ഇവിടെ വരുത്തിയതിന്. രഘു, കമോൺ, എന്താ ഇത്? ഈ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചത് നീ അറിഞ്ഞില്ലേ? ഇനി ദിവസങ്ങളില്ല വിവാഹത്തിന്. എന്തെല്ലാം തിരക്കുകളുണ്ടാവും വീട്ടില്. എന്നിട്ട് പിന്നെന്തിനാ? സോറി ഏട്ടായി, ഞാൻ ജോലി ചെയ്യാൻ വിളിച്ചു വരുത്തിയതല്ല. ഒരു കീ വാങ്ങണമായിരുന്നു, ദാറ്റ്സ് ഓൾ. ദാ ഇതാണ്. ഇതേതാ കീ? ശ്രീലക്ഷ്മി, ആ കീ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഈ താക്കോലയുടെ ഒരു പഴയ ബോക്സിന്റേതാ. വേറെ ഒരു ജോലിയില്ല ശ്രീലക്ഷ്മിക്ക്.
ഇത് കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി ഫ്രീ ആണ്. ഇനി ഇങ്ങോട്ട് വിളിപ്പിക്കില്ല. ഐ എം സോറി. ശ്രീലക്ഷ്മി കം വിത്ത് മീ. ദേ വീണ്ടും ശ്രീലക്ഷ്മി കയറി വന്നപ്പോ സാറിന്റെ മട്ടും ഭാവവും മാറിയല്ലോ. അല്ല, സാർ എവിടെയോ പോണോന്ന് നേരത്തെ പറഞ്ഞതായിരുന്നല്ലോ. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ സാറ് പോവില്ല എന്ന് ഉറപ്പാ. എക്സ്ക്യൂസ് മീ സാർ. സാർ എവിടേക്കോ പോകാൻ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. പ്ലാൻ ഹാസ് ചേഞ്ച്. സോറി സർ, അന്ന് കീ സാറിനെ ഏൽപ്പിക്കാൻ മറന്നുപോയതാ. കീ എന്റെ ബാഗിലായിപ്പോയി. ഏയ് നോ സാരല്ല ശ്രീലക്ഷ്മി, ഇറ്റ്സ് ഓക്കെ. ഇൻഫാക്ട് ഈ കീ തന്റെ കൈവശം ഇരിക്കുന്നത് തന്നെയായിരുന്നു സേഫ്. ഇതിൽ എന്തൊക്കെ ഫയൽസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇമ്പോർട്ടന്റ് ഫയൽ ആയിരിക്കുമെന്നാ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. സോ അത് എല്ലാരും കൂടി വലിച്ചു വാരി പലയിടത്തായിട്ട് ഇടുന്നത് എനിക്കിഷ്ടമല്ല. പെട്ടി പഴയതല്ലേ, ചിലപ്പോ ഇത് ആരെങ്കിലും എടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടൂന്ന് വരെ എനിക്ക് പേടിയുണ്ടായിരുന്നു. അതാ തന്നെ ഇതിന്റെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചത്. ആ കീങ്ങന്നെ. ഇതിനുള്ളിലെ വേസ്റ്റ് അല്ല എന്ന് തന്നെയാണ് സർ എന്റെ അഭിപ്രായം. ഇതിനുള്ളിലെ ഫയലിൽ രാജനന്ദിനി ഫാബ്രിക്സിന്റെ പല പ്രധാനപ്പെട്ട രേഖകളും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ് ശ്രീലക്ഷ്മി, ചേട്ടായിയോ അങ്ങനെ തന്നെ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. നോക്കാം എന്താണെന്ന്. സർ, ഇത് നോക്കൂ. ഈ ഡോക്യുമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് 1999 രാജനന്ദിനി ഫാബ്രിക്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫയലാ. ഐ തിങ്ക് 1999 തന്നെയാണ് പഴയ കമ്പനി പുതിയ പേരിൽ രജിസ്റ്റർ ചെയ്തതെന്ന്. ഇത് ഇപ്പൊ പൂർണ്ണമായിട്ട് എന്റേതല്ല ശ്രീലക്ഷ്മി. മുമ്പൊക്കെ ഇതെന്റേതാണെന്ന് പറയാമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതെന്റേതല്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ സ്ഥലം വേറൊരാളുടെ സ്വന്തമാകാനാണ് സാധ്യത. 20 വർഷം കഴിഞ്ഞാൽ ആ സ്ഥലം ഓട്ടോമാറ്റിക്കായി മറ്റാരുടെ പേരിലേക്ക് മാറുമെന്ന് അന്ന് രവി സാർ പറഞ്ഞിരുന്നു. അതൊരു ജിഡിയുടെ പേരിലാന്ന് തോന്നുന്നു. ജിഡി എന്ന ഗൗരിദാസിന്റെ പേരിൽ. കാശ് ഇപ്പൊ തന്നെ അസോസിയേഷന്റെ ആൾക്കാരുടെ കൊണ്ട് കൊടുത്തേക്ക്. അവരിനി സ്റ്റേഷനിൽ പോയി വല്ല കംപ്ലൈന്റും കൊടുത്താ പോലീസുകാരും കൂടെ കേറി വരും ഈ വീട്ടിലേക്ക്. എനിക്കിനി ആ നാണക്കേടും കൂടി സഹിക്കാൻ വയ്യ. ഓ, ഈ നാണക്കേടിന്റെ കാര്യമൊന്നും നീ കൂടുതൽ പറയണമെന്നില്ല.
ഇവിടെ ഇപ്പൊ ആൾക്കാരുടെ മുന്നിൽ തുണി ഉരിഞ്ഞു പോയതുപോലെ നിന്നത് ഞാനാ. എന്നോട് നീ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചതിയൊന്നും അല്ല. എനിക്ക് ആ സത്യം പറയേണ്ടി വന്നത് എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാ. ഇവിടെ ഇനിയും താമസിക്കേണ്ടത് ഞാനും എന്റെ മോളുവാ. ചേട്ടൻ ഇന്നലെ വന്ന് നാളെ അങ്ങ് പോവും. കള്ളി എന്ന പേരും വെച്ചോണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ പറ്റില്ലെങ്കിലേ നിന്നെയും മോളെ ഞാനങ്ങ് നാട്ടിക്കൊണ്ടുപോവാം. എന്നാലും നീ എന്നോട് അമ്മ ഇന്ന് ചെയ്തതാ ഏറ്റവും വലിയ ശരി. എല്ലാം ഞാൻ അറിഞ്ഞു. മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം. നാണമില്ല അങ്ങള് ശ്രീയുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ. ഇനി ഞാനും അമ്മയൊക്കെ ഇവിടെയുള്ളവരുടെ മുമ്പിൽ എങ്ങനെ തലയുയർത്തി നടക്കും? ആ ദേവും യമുനയും കൂടി എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയാലോന്നാ എനിക്ക് തോന്നിയത്. ഇത്രയ്ക്ക് വൃത്തികെട്ടൊരു മനുഷ്യനായി പോയല്ലോ നിങ്ങള്. കൃഷ്ണേ, സോറി. അമ്മ ഇനി എന്നെ ശാസിക്കാൻ നിക്കണമെന്നില്ല. കാശിനല്പം കുറവുണ്ടെങ്കിലും നമ്മൾ ഇത്രയും കാലം അഭിമാനത്തോടെയാ ജീവിച്ചത്. ഒരാൺതുണയില്ലാതെ ജീവിച്ച കാലത്തൊന്നും ഇദ്ദേഹം നാട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇപ്പോഴെന്തിനാ ഒരു കള്ളം മറയ്ക്കാൻ ഇങ്ങനെ ചെയ്യുന്നത്? മതി നിന്റെ ന്യായം പറച്ചില്. നീ കയറി പോവാൻ നോക്ക്. ഇത് ഞാനും എന്റെ ചേട്ടനും തമ്മിൽ തീർത്തോളാം. അതെ, അമ്മയും അമ്മയുടെ ചേട്ടനും തമ്മിൽ തീർത്തോണ്ടിരിക്കാം. ദീപുവുമായിട്ട് ശ്രീയുടെ വിവാഹം നടക്കാത്ത എന്റെ വൈരാഗ്യം. ഇനിയെങ്കിലും എല്ലാം ഒന്ന് നിർത്തമ്മേ. ശ്രീയുടെ സ്ഥാനത്ത് ഞാനും ഈ മനുഷ്യന്റെ സ്ഥാനത്ത് സുദർശനങ്ങളും ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അമ്മ എന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കല്യാണം മുടക്കാനും നമ്മളെ അപമാനിക്കാനും ആ കുടുംബം തുനിഞ്ഞിറങ്ങിയ അമ്മയ്ക്ക് സഹിക്കോ? ഇല്ല, അത്രയും ഞാൻ പറഞ്ഞോളൂ. ഇനി ബാക്കിയൊക്കെ അമ്മ ആലോചിച്ചാ മതി. ഞാൻ പൊയ്ക്കോളാം. പപ്പി, ഇതവള് കൂട്ടുകാരികളുടെ മന്ത്രവും കേട്ടോണ്ട് വന്നിരിക്കുക. നീ അതൊന്നും കേട്ട് ചേട്ടനൊന്നും മിണ്ടാതെ പോയേ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. പോകുന്നുണ്ടടി, പോകുന്നുണ്ട്. പക്ഷെ വെറുതെ കയ്യും വീശിയല്ല. എന്നെ അപമാനിച്ച ആ കുടുംബത്തിലുള്ളവരുടെ മുഖമടച്ചൊന്ന് കൊടുക്കും ഞാൻ. എന്നിട്ടേ ഈ ത്രിവിക്രമൻ ഈ കോളനി വിട്ടുപോകും. സോറി സർ, ശ്രീലക്ഷ്മി ഇതുവരെ സ്റ്റോക്ക് റൂമിൽ നിന്ന് പോയിട്ടില്ല. രഘുവർമ്മൻ സാറും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കയറി ചെന്ന് പോകാൻ പറയാൻ പറ്റാത്ത സിറ്റുവേഷനാ. ഇനിയിപ്പോ സാറ് പറഞ്ഞ ചിലപ്പോ കേൾക്കുമായിരിക്കും എന്ന് തോന്നുന്നു. വിവാഹത്തിന് ഇനി ദിവസങ്ങൾ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നവൾ ഓഫീസ് വരേണ്ട ഒരു എമർജൻസിയും ഇല്ലായിരുന്നു. രഘുവർമ്മൻ സാറ് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നമുക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടാനും. വേറെന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചെന്ന് ശ്രീലക്ഷ്മി വഴക്ക് പറഞ്ഞയക്കണം, അതോ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കണോ? യു വാണ്ട് മീ ടു കിക്ക് ഹർ ഔട്ട്? എന്നല്ല സർ, അവൾ സ്റ്റോക്ക് റൂമിൽ കയറിയിട്ട് മണിക്കൂറുകളോളം അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അതിന്റെ ആവശ്യമുണ്ടോന്നാ എന്റെ ചോദ്യം. ഇപ്പൊ അവള് വീട്ടുകാരോടൊപ്പം അല്ലേ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്? വിവാഹം കഴിഞ്ഞാ ഉടനെ പൂനെയിലേക്ക് പോകേണ്ടവളാ. അത് കഴിഞ്ഞ ആഫ്രിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോവെന്നും പറയുന്നു. അങ്ങനെ ഒരാള് ഇനി ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ബെനിഫിറ്റ് ആർക്ക് കിട്ടാനാ? മാത്രമല്ല, മതി, എനഫ് ഈസ് എനഫ്. തനിക്ക് ഞാനിപ്പോ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കണം, അത്രയല്ലേ ഉള്ളൂ. അതോടെ കിട്ടുമോ മനസ്സമാധാനം? സർ പ്ലീസ് ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ശ്രീലക്ഷ്മി ഇവിടെ വന്നാലും പോയാലും വ്യക്തിപരമായി എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ രാജിവെച്ച് പോയി കഴിഞ്ഞ ഒരു സ്റ്റാഫ് വീണ്ടും ഓഫീസിൽ കയറി വന്ന് നമ്മുടെ ഫയലുകളും ഡേറ്റാസും ഒക്കെ പരിശോധിക്കണോ? അത് സാർ തീരുമാനിച്ചാ മതി.
ഓ മൈ ഗോഡ്. എന്തുപറ്റി? എന്താ നോക്കുന്നത് ശ്രീലക്ഷ്മി? സർ, ഇതിൽ അവസാനത്തെ പേജ് കാണുന്നില്ല. പ്രധാനപ്പെട്ട ഒരു പേജാണ് സർ. അതിലായിരിക്കും സൈൻ ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോ പണ്ട് കണ്ടത് വെറും സ്വപ്നമായിരുന്നില്ല, അതൊരു സൂചനയായിരുന്നു. ഇറ്റ് വാസ് എൻ ഇൻഡിക്കേഷൻ. സർ, ഈ പേപ്പറിനെ പറ്റി സാറിന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ പറയാൻ? നോ ഐഡിയ ശ്രീലക്ഷ്മി. ശരി സർ, എന്ന് ഞാൻ പറയട്ടെ. സാർ ഇത് നോക്കൂ. ഇതിൽ എഴുതിയിരിക്കുന്ന തീയതി 1999 ഫെബ്രുവരി 15 എന്നാണ്. ഇത് രാജനന്ദിനി വെയർഹൌസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സാ. രവിവർമ്മൻ സാർ പറഞ്ഞ പ്രകാരം ആ സ്ഥലം 20 വർഷം കഴിയുമ്പോ വേറൊരാളിന്റെ പേരിലാവും. പക്ഷെ ഈ പേപ്പറിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ രാജനന്ദിനി ഫാബ്രിക്സ് എന്ന പേരിൽ ഇൻഡിപെൻഡന്റ് ഫേം ആയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വേറൊരാൾക്ക് അതിൽ സ്ഥാനം കൊടുത്തിട്ടില്ല. ഓ, ഐ സീ. മാത്രല്ല, വർമ്മൻ കുടുംബത്തിനായിരിക്കും ഇതിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശം എന്നും ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സി, എന്റെ അമ്മയായ ഗായത്രി ദേവി അമ്മ എന്ന സെന്റൻസ് ആണ് അവസാനം കാണപ്പെടുന്നത്. ദേ, ബാക്കി എഴുതിയിരിക്കുന്ന പേജാ ഇപ്പൊ ഇവിടെ മിസ്സിംഗ് ആയിരിക്കുന്നത്. നോക്കൂ സർ, എന്റെ അമ്മ എന്ന് എഴുതണമെങ്കിൽ ഒന്നെങ്കിൽ സാർ ആയിരിക്കും സൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ രവിവർമ്മൻ സാർ ആയിരിക്കും. ആ ആൾക്ക് ഈ മിസ്സായ പേജിലെ ബാക്കി മാറ്റർ പറയാൻ പറ്റൂ. 1999 പറയുമ്പോ അന്ന് ഞാൻ വളരെ ചെറുതായിരുന്നു ശ്രീലക്ഷ്മി. എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ ഒരു ഡോക്യുമെന്റിന്റെ കാര്യം. വി കാൻ ചെക്ക് വിത്ത് ചേട്ടായി. മോസ്റ്റ് പ്രോബബ്ലി ചേട്ടായി തന്നെ സൈൻ ചെയ്തിരിക്കാനാ സാധ്യത. ശ്രീലക്ഷ്മി വരൂ, നമുക്ക് ഇപ്പൊ തന്നെ പോയി ചോദിച്ചറിയാം ചേട്ടായോട്. അയ്യോ, അത് വേണ്ട സർ, അത് കുഴപ്പമാവാനാണ് ചാൻസ്. അതെന്താ ശ്രീലക്ഷ്മി കുഴപ്പം? ഇപ്പൊ തന്നെ ആ വെയർഹൌസ് പ്രോപ്പർട്ടിയെ പറ്റി സാർ ആകെ വറീഡാണ്. ഇപ്പൊ സാറിനോട് ഇതെന്താണ് എങ്ങനെയാണെന്ന് ചെന്ന് ചോദിച്ചാ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ഏയ്, അത് താൻ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ഐ വിൽ ടോക്ക് ടു ഹിം. കം ഓൺ. ഏയ്, വേണ്ട വേണ്ട സർ, പ്ലീസ്. സർ, ഇത് എന്താണെന്ന് അറിയാമോ സാറിന്? ഐ തിങ്ക് ഇതേതോ പഴയ ബിൽഡിങ്ങിന്റെ ബ്ലൂ പ്രിന്റ് ആണല്ലോ. പക്ഷേ കെട്ടിടം ഏതാന്ന് ഓർമ്മ വരുന്നില്ല. ഏതായിരിക്കും ഈ പ്ലാൻ അനുസരിച്ചുള്ള ബിൽഡിംഗ്? ശ്രീലക്ഷ്മി,